നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസമാണ് ഒരു ഇടവക ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി പ്രാർത്ഥനാപൂർവം ഇടവകാംഗങ്ങൾ വലിയൊരു ആനവാതിൽ ചുമന്നുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ മാതൃ ഇടവക ദേവാലയമായ ചരൽ സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയമാണ് ഇടവക കുടുംബം നിർബന്ധിത പിരിവുകളൊന്നും കൂടാതെ സ്വയം സമർപ്പണത്തിലൂടെയും പൊതുപ്പണിയിലൂടെയും പടുത്തുയർത്തുന്നത്. സാധാരണക്കാരാണ് ഈ ഇടവകയിലേറെയും. തങ്ങളുടെ ഇടവക ദേവാലയത്തിനായി പ്രാർത്ഥനയിലൂടെയാണ് ഇവർ മൂലധനം സ്വരൂപിക്കുന്നത്. ഇടവക ജനത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് ദേവാലയ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതാകട്ടെ വികാരിയും തലശ്ശേരി അതിരൂപതയിൽ നിന്ന് വൃക്ക ദാനം ചെയ്ത വൈദികനുമായ ഫാദർ സനൽ അച്ചാണ്ടിയും. നമ്മുടെ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തെ നമ്മൾ ആനവാതിൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഹന്നാവാതിലാണ്, കൃപയുടെ വാതിലാണ്. ഈശോയുടെ ദിവ്യമായ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന കൃപയുടെ കവാടം. അത് ആ മരം പോലും ഞങ്ങള് പ്രാർത്ഥിച്ചാണ് ആ മരം പോലും മുറിക്കാൻ വേണ്ടി പോയത്. അത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയുടെ ഭാഗത്തായിട്ടാണ് അതിന്റെ വർക്കുകളെല്ലാം നടന്നിരിക്കുന്നത്. അവിടെ നിന്ന് കൈക്കാരന്മാർ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും പ്രാർത്ഥിച്ച് ആഘോഷമായിട്ട് സമർപ്പണ ദിനത്തിന്റെ തലേ ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് അഗോദിക്ക് പ്രധാന കവാടം ഇവിടെ വന്നത്. പിറ്റേ ദിവസം അഭിനന്ദ ജോസഫ് പാംപ്ലാനി പിതാവ് ഇടവക ജനത്തിന് മുഴുവൻ സാന്നിധ്യത്തിൽ അത് പ്രാർത്ഥിച്ച് സ്ഥാപിക്കുകയുണ്ടായി. ഞങ്ങൾ ഇപ്പോഴുള്ള ദേവാലയം മലമുകളിലാണ്. ഇവിടെയുള്ള പുതിയ ജനറേഷൻ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്നു. പ്രായമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പൊ എന്റെ മനസ്സിലുള്ള ചിന്ത ഇതാണ്, നമ്മുടെ മലബാർ കുടിയേറ്റത്തിൽ പട്ടിണി അനുഭവിച്ച തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തെ തലമുറയാണ്. അവർക്ക് ഇനിയുള്ള കാലം സൗകര്യപ്രദമായിട്ട് ഈശോയെ ആരാധിക്കുവാനും ജീവിക്കുവാനും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പുതിയ ചിന്തിച്ചത്. ഈ പണികൾ നടക്കുന്നതെല്ലാം പ്രാർത്ഥനാപൂർവവും ഇടവക ജനത്തിന്റെ പങ്കുവെക്കലും കഠിനാധ്വാനവും ആണ് ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ ഇടവകയിൽ മൊത്തമായി ഒരേ മനസ്സോടെ, ഒരേ ശക്തിയോടെ, ഒരേ പ്രാർത്ഥനയോടെ വികാരിയത്തിനോട് ചേർന്ന് നിന്ന് പണിയുകയാണ് ഈ ദേവാലയം. ഇവിടെ നമുക്ക് ഏകദേശം കാണുകയാണെങ്കിൽ ഒരു 800 ലോഡ് കരിങ്കല്ലിന്റെ കെട്ടുപണികൾ നടന്നിട്ടുണ്ട്. അത് മുഴുവനും തന്നെ നടത്തിയത് ഇവിടെയുള്ള ആളുകൾ സന്മനസ്സായിട്ട് വന്നും പൊതുപ്പണിയായിട്ട് വന്നും പണിതിട്ടാണ് പല സമയങ്ങളിൽ അവരുടെ പണികൾ കഴിഞ്ഞ് വന്ന് അധ്വാനിച്ച ആ കൂട്ടായ്മ ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ സ്വപ്നം ഇതാണ്, ഈശോയ്ക്ക് വേണ്ടി ഒരു ദേവാലയം ഒരുങ്ങുമ്പോൾ ഒരു 8-10 ഭവനങ്ങൾ ഒരു തുണ്ട് മണ്ണില്ലാത്തവർക്ക് നൽകണം. അതിനുശേഷം വെഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിയോഗമാണ് ഞങ്ങൾ